everybody and welcome to my YouTube channel. So hope you are doing well and great. അപ്പോൾ ഞാനും അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് പ്ലസ് എൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്റിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇന്ന് ഇവിടെ എല്ലാവരും ഏത്തയ്ക്കാണ് കഴിച്ചത്. ഈ ഏത്തയ്ക്കയ്ക്ക് നമ്മൾ ഏത്തയ്ക്ക എന്നാണ് പറയുന്നത്. പക്ഷേ ഇങ്ങോട്ട് കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എല്ലാവരും പഴം എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ പറയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ നന്നായിട്ട് കുടിച്ചിട്ടുണ്ട്. എല്ലാവരും എൻ്റെ റൂമിലത്തെ എല്ലാവരും ക്ലാസ്സിന് പോയിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോഴേ ക്ലാസ് തുടങ്ങത്തില്ല, എനിക്കിപ്പോൾ പോസ്റ്റിങ്ങിന് മാത്രം പോയാൽ മതി. അപ്പോൾ എല്ലാവരും ക്ലാസ്സിന് പോയിട്ടുണ്ട്. എല്ലാവരുടെയും പോസ്റ്റിങ്ങിൻ്റെ യൂണിഫോം എല്ലാം അയൺ ചെയ്തിട്ടിട്ടാണ് കേട്ടോ പോയത്. നമുക്കിനി കോളേജ് വരെ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ കൂടെ എടുക്കാം. എനിക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ലെറ്ററും അതുപോലെ തന്നെ നമ്മുടെ ഇതില്ലേ എന്താ ഗൈസ് ലോഗ് ബുക്കും വാങ്ങാനുണ്ട്. അപ്പോൾ അത് വാങ്ങാനായിട്ട് പോവാണ്. ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസറും ഒരു ലിപ് ബാമും ഇടുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ പുതിയ 2 ലിപ്സ്റ്റിക്കും കൂടെ നമ്മുടെ റൂമിൽ വന്നിട്ടുണ്ട്. അത് ഒന്ന് മാഴ്സിൻ്റെ ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറയുന്ന ഒരു ലിപ്സ്റ്റിക്കും അതുപോലെ തന്നെ ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്കുമാണ് കേട്ടോ. ഞാനല്ല വാങ്ങിയത്, എൻ്റെ ഫ്രണ്ടാണ് വാങ്ങിയത്. അപ്പോൾ ഓള് വന്നപ്പോൾ ഈ 2 ലിപ്സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനങ്ങനെ ലിപ്സ്റ്റിക്ക് ഇടുന്ന ഒരാളല്ല, പക്ഷേ ഇതിപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന 2 ലിപ്സ്റ്റിക്ക് ആയതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് ഇത് വൈപ്പ് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാര്യം എൻ്റെ ലിപ്സിന് ഈ ലിപ്സ്റ്റിക്ക് അങ്ങോട്ട് സെറ്റാവാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ മാഴ്സിൻ്റെ നമ്മുടെ ഖൂബ്സൂരത് കുച്ചിപ്പുടി എന്ന് പറയുന്ന ലിപ്സ്റ്റിക്ക്. ഇൻ ദ ഷെയ്ഡ് 12 ആണ്. അപ്പോൾ ഇതെനിക്ക് ഇട്ട് നോക്കിയിട്ട് ഭയങ്കര സ്മൂത്താണ് കേട്ടോ. സ്മൂത്താണ്, അതുപോലെ തന്നെ നല്ലൊരു കോഫിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ഒരു ഫ്ലേവറുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിന്. അപ്പോൾ ഇത് എല്ലാവരും കുറേ റിവ്യൂ ചെയ്തൊരു ലിപ്സ്റ്റിക്കാണ്. എല്ലാവരും പറഞ്ഞു എല്ലാ സ്കിൻ ടോണിനും ഇത് സ്യൂട്ടാവുന്നു. പക്ഷെ എന്തോ എനിക്കൊരു കംഫർട്ട്നെസ് ഇല്ല ഈ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട്. ബാക്കിയുള്ളവർക്കും ലിപ്സ്റ്റിക്ക് ഇടുന്നതായിരിക്കും ചിലപ്പോൾ കംഫർട്ട്, എനിക്ക് പക്ഷേ അതൊരു കംഫർട്ട് ഇല്ലാത്ത പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ലിപ് ലൈനർ ഇട്ടിട്ട് ഒന്ന് ലൈൻ ചെയ്ത് നോക്കിയിട്ട് വേറൊരു ഷെയ്ഡ് എന്ന് പറയുമ്പോൾ വേറൊരു ലിപ്സ്റ്റിക്ക് നമ്മുടെ ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക്കും കൂടി അതിൻ്റെ പുറത്ത് കുറച്ചൊന്നിട്ട് നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഈ ലിപ് ലൈനർ മാത്രമേ യൂസ് ആക്കാറുള്ളൂ കേട്ടോ. ലിപ്സ്റ്റിക്ക് ഞാൻ യൂസ് ആക്കാറില്ല. ലിപ് ലൈനർ തന്നെ ധാരാളമാണ് എനിക്ക്. അപ്പോൾ എനിക്കൊന്ന് ഈ വീഡിയോയിൽ കണ്ടിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉള്ളതുപോലെ തോന്നുന്നില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫേസസ് കാനഡയുടെ കംഫി മാറ്റ് വാവ് ലിപ്സ്റ്റിക് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡായിട്ടൊന്നുമില്ല, ഇത് ഈ ഒരൊറ്റ ഷെയ്ഡേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ മുടി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത എൻ്റെ ഒരു ഇത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെൻ്റെ ഹെയർ തന്നെ ആയിരിക്കും കേട്ടോ. എനിക്ക് ഒട്ടും മാനേജബിൾ അല്ല, ഫ്രിസിയാണ്, ഡ്രൈ ആണ്, അങ്ങനെയൊക്കെയാണ് എൻ്റെ ഹെയർ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു നമുക്ക് ഓപ്പൺ ഹെയർ ആയിട്ട് പോകാമെന്ന്. പിന്നെ എനിക്ക് അങ്ങോട്ടൊരു സുഖം കിട്ടുന്നില്ല, എനിക്കൊരു കംഫർട്ട്നെസ് ഇല്ല ഓപ്പൺ ഹെയറിൽ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പോണിറ്റെയിൽ പോലെ കെട്ടിയിട്ട് ഞാൻ പോയിട്ടോ. അവിടെ ചെന്ന് നമ്മൾ കുറേ നേരം നിൽക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ തന്നെയാണ് പോയത്. അതുപോലെ തന്നെ നടന്നിട്ടുമുണ്ട് കേട്ടോ. കാര്യം എല്ലാവരും പോസ്റ്റിങ്ങിന് പോകുന്നതിന് ധൃതിയിലാണ്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ ഇന്ന് ക്ലാസ് ഇല്ലാത്തതുള്ളൂ. അപ്പോൾ നമ്മൾ കുറേ നേരം നിന്നിട്ട് നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ റൂമിൽ വന്ന് വേഗം ഫുഡ് കഴിച്ചിട്ട് വേഗം പോസ്റ്റിങ്ങിന് പോവാം. അപ്പോൾ ഇത് കഴിക്കുന്ന ഭയങ്കര പാടാണ്. എനിക്ക് ഫുഡ് വേഗം ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, ഭയങ്കര സ്ലോ ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. ഞാൻ എന്തായാലും യൂണിഫോം ഇടുന്നതോ റെഡി ആവുന്നതോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം നമുക്കൊരു തുള്ളി സമയം പോലും ഇല്ലായിരുന്നു. ഞാൻ അവിടുത്തെ വന്നപ്പോൾ തന്നെ 1 മണി അടുത്തെന്തോ ആവാറായി. നമുക്ക് 1:45
ഇറങ്ങണം, എങ്കിലേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കയറിയിട്ടുണ്ട്. നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഹോസ്പിറ്റലിലെത്തി കേട്ടോ. ഇവിടെ നമ്മുടെ ലാബിലുള്ള ആൾക്കാരെ വിട്ടിട്ട് നമ്മൾ നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് വലിയൊരു ഹോസ്പിറ്റലൊക്കെയാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി ഹോസ്പിറ്റലാണ്. നമ്മളവിടെ വെച്ചൊക്കെ ചെന്ന് ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമുക്ക് ഫോൺ അലൗഡ് അല്ല. അപ്പോൾ നമ്മൾ ഫോണൊന്നും അകത്തോട്ട് കൊണ്ടുപോയില്ല. നമ്മൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു വെച്ചാൽ വളരെ നല്ലതായിരുന്നു. കാര്യം നമ്മൾ ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ചെറിയ പണിയല്ലടാ, ഇത് നല്ല കട്ടിയുള്ള പണി തന്നെയാണ്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും അത്രയും കെയർഫുള്ളായിട്ട് തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യണം എന്നെനിക്ക് ഇന്നലെ മനസ്സിലായി. അതായത് ഞാൻ പോസ്റ്റിങ്ങിന് പോയ ദിവസം എനിക്ക് മനസ്സിലായി, ഫസ്റ്റ് പോസ്റ്റിങ്ങിന് പോയ ദിവസം. കാര്യം എല്ലാം നമ്മൾ അത്രയും സേഫായിട്ടും സെക്യൂറായിട്ടും ഹൈജീനായിട്ടും എല്ലാം നമ്മൾ ഒന്നിനും ഒരു കോംപ്രമൈസ് ഇല്ലാണ്ട് നമ്മൾ ചെയ്യണം എന്നെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫസ്റ്റ് ഡേ തന്നെ. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ പോയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഹോസ്റ്റലിൽ ചെന്നിട്ട് സമയം എന്ന് പറയുന്നൊരു സാധനം ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ടും വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റിയില്ല. ഫോണ് പിന്നെ രാത്രിയിൽ എന്തുവാണ് കയ്യിൽ കിട്ടിയത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.